ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്ന സേതുവിനെയാണ്. എനിക്കിപ്പോൾ തന്നെ അവരുടെ ഒപ്പം മോർച്ചറിയിലേക്ക് പോകണമെന്നും അതെൻ്റെ അർച്ചന മോളല്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്ന സേതുവിനെയാണ് കാണിക്കുന്നത്. തുടർന്ന് അനഘയും സ്നേഹയും സന്ധ്യയും ചേർന്ന് സേതുവിനെ സമാധാനിപ്പിക്കുന്നു. അച്ഛ, ഈ അവസ്ഥയിൽ അച്ഛൻ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പോകണ്ടെന്നും എന്താണെങ്കിലും അനൂപേട്ടനൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടില്ലേ, അവർ പോയി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സേതുവിനെ സമാധാനിപ്പിക്കുകയാണ് സന്ധ്യ. പിന്നീട് കാണിക്കുന്നത് അനൂപും കമലയും മോർച്ചറിയിലെത്തിയിരിക്കുന്നതാണ്. എനിക്കിതൊന്നും കാണാൻ പറ്റില്ല അനൂപ എന്ന് പറഞ്ഞ് കാറിലിരുന്ന് പൊട്ടിക്കരയുകയാണ് കമല. അങ്ങനെ അവർ മോർച്ചറിയുടെ വാതിക്കലേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴേക്കും ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. തുടർന്ന് അർച്ചനയെക്കുറിച്ചും വയസ്സും ബാഗും ഒക്കെ തന്നെ അയാൾ അനൂപിനോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആ പോലീസുകാരൻ അനൂപിനെയും കമലയും കൊണ്ട് മോർച്ചറിയുടെ അകത്തേക്ക് പോകുന്നതാണ്. അതേസമയം റൂമിൻ്റെ അകത്തേക്ക് കയറാനാകാതെ ആകെ തകർന്നു നിന്ന് പൊട്ടിക്കരയുന്ന കമലയാണ് കാണിക്കുന്നത്. തുടർന്ന് അനൂപ് ബോഡിയുടെ അടുത്തേക്ക് പോകുന്നു. ബോഡിയെ മൂടിയിരുന്ന തുണി മാറ്റുമ്പോഴേക്കും ആ കാഴ്ച കാണാനാകാതെ പെട്ടെന്ന് തന്നെ മുഖം തിരിക്കുകയാണ് അനൂപ്. തുടർന്ന് വീണ്ടും നോക്കുമ്പോഴാണ് അത് അർച്ചനയില്ലെന്ന് അനൂപിന് മനസ്സിലാകുന്നത്. സന്തോഷത്തോടെ ഇത് അർച്ചനയില്ലെന്ന് അനൂപ് കമലയോട് പറയുമ്പോൾ കമലയ്ക്കും അത് ആശ്വാസമാകുന്നു. തുടർന്ന് അവർ രണ്ടുപേരും പോലീസുകാരോട് അത് അർച്ചനയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് കാറിലേക്ക് കയറുന്നതിന് മുമ്പ് കമല അനൂപിനോട് പറയുകയാണ്, മോനെ, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എന്താണെങ്കിലും എൻ്റെ മോളെ കാണാൻ സാധിക്കില്ല. എവിടെയാണെങ്കിലും നീ അവളെ തിരഞ്ഞ് കണ്ടുപിടിച്ചുകൊണ്ട് വരണം. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കമല. അമ്മ സമാധാനപ്പെട്ടിരിക്കുക. അമ്മയുടെ മോൾ എവിടെയാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കൊണ്ട് തന്നിരിക്കും. അത്രയും പറഞ്ഞ് കമലയെ സമാധാനിപ്പിച്ചുകൊണ്ട് കാറിലേക്ക് കയറ്റുകയാണ് അനൂപ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും കൊണ്ട് ആ ഓട്ടോക്കാരൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നതാണ്. പേടിക്കാനൊന്നുമില്ലെന്നും എൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാണെന്നും ഓട്ടോക്കാരൻ അർച്ചനയോട് പറയുന്നു. തുടർന്ന് ഓട്ടോക്കാരൻ അകത്തേക്ക് കയറുകയാണ്. ചേച്ചി എവിടെയെന്ന് അവിടെയുള്ളൊരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ പൂജാമുറിയിലാണെന്നും ഇതാരാ, ഞാനിപ്പോൾ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അകത്തേക്ക് പോകുന്നു. ഇത് അർച്ചനയാണെന്നും ചേച്ചിയെ കാണാനായി ഒരു അത്യാവശ്യമുണ്ടായിരുന്നെന്നും ഓട്ടോക്കാരൻ പറയുന്നു. അതേസമയം ചേച്ചി എന്ന് പറഞ്ഞ സ്ത്രീ പുറത്തേക്ക് വരികയാണ്. ഇതാരാ സുധാകര എന്ന് അവർ ഓട്ടോക്കാരനോട് ചോദിക്കുമ്പോൾ ഇത് അർച്ചനയാണെന്നും ചേച്ചി ഒന്ന് സഹായിക്കണമെന്നും ഓട്ടോക്കാരൻ പറയുന്നു. പക്ഷേ ഇവരെ കണ്ടിട്ട് സഹായം വേണ്ട പോലെ തോന്നുന്നില്ലല്ലോ. ഞാൻ അർഹതപ്പെട്ടവരെ മാത്രമേ സഹായിക്കാറുള്ളെന്നും ആ ചേച്ചി പറയുന്നു. എന്താണെങ്കിലും ഇവൾ ഇവിടം വരെ വന്നതല്ലേ, ഇവൾ ആരാ എന്താന്നൊക്കെ ആദ്യം ഒന്ന് അറിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം സഹായം ചെയ്യണോ വേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അർച്ചനയെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴേക്കും ഓട്ടോക്കാരൻ പറയുകയാണ്, ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും പീഡനങ്ങളിൽ നിന്നും ഓടി വന്നതാണ്. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോട് പറയുകയാണ്, എന്നെ അവരാരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇറങ്ങി വന്നത്. ഇത് കേൾക്കുന്ന ചേച്ചി പറയുകയാണ്, സുധാകര, നീ പറഞ്ഞത്ര പാവമാണ് ആളെന്ന് തോന്നുന്നില്ലല്ലോ, ഇവളല്പം മുറ്റാണ്. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ അവരെ നോക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.